വളരെ മോശം പ്രതിഷേധം. എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം കാണുവാനിടയായി. ജെറിൻ എന്നാണ് ആ ഫോട്ടോഗ്രാഫറുടെ പേര്. പക്ഷേ എനിക്ക് നേരിട്ട് അറിവുള്ള ആളല്ല. പക്ഷേങ്കിൽ ചാനലുകളിൽ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് അവർക്ക് സ്പേസ്, അതായത് അവർക്ക് താമസിക്കാൻ കൊടുത്തിരുന്ന സ്പേസിൽ മദ്യപാനവും മറ്റുമൊക്കെ ആയിട്ട് വധുവിൻ്റെ ബന്ധുക്കൾ അവിടെ വരുന്നു. അതിനുശേഷം അവർക്ക് ഉറങ്ങാനായിട്ട് സാഹചര്യം കിട്ടിയില്ല. എനിവേ എന്തോ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. തീർച്ചയായിട്ടും നിയമ നടപടി എടുക്കേണ്ടതാണ്. കാരണം വിഷ്വൽ എവിഡൻസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർമാർക്ക് അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഫോട്ടോഗ്രാഫർമാർ ചിന്തിക്കണം, ഇതിനെതിരെ പ്രതിഷേധിക്കണം. വളരെ അത്യാവശ്യമാണ്. പോലീസ് ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതിന് പാരലായിട്ട് അവർ മറ്റൊരു കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിച്ചു, ഫോട്ടോഗ്രാഫർ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നറിയുന്നു. നിജസ്ഥിതി എന്താണേലും അറിയത്തില്ല. പക്ഷേ വളരെ ആ ജെറിൻ എന്ന് പറയുന്ന പയ്യൻ്റെ അവൻ്റെ കരച്ചിൽ, ആ മർദ്ദനമേൽക്കുമ്പോഴത്തേക്കുള്ള വായിൽ കൂടിയൊക്കെ ബ്ലഡ് വരുന്ന വിഷ്വൽസും ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി. നമുക്കെല്ലാവർക്കും സങ്കടം തോന്നും. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ നമ്മൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ എപ്പോൾ പ്രതിഷേധിക്കാനാണ്? ഒരാൾക്ക് അയാൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവസ്ഥ ഇല്ലാതെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ആ അവസ്ഥ എത്ര ഭീകരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതിഷേധിക്കണം. ഈ ജെറിൻ എന്ന് പറയുന്ന പയ്യൻ്റെ കൂട്ടത്തിൽ പൊതുസമൂഹം നിൽക്കണം, ഫോട്ടോഗ്രാഫർ ഒന്നടങ്കം നിൽക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകൾ തീർച്ചയായിട്ടും ജെറിൻ്റെ ഒപ്പം നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ, നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് ജെറിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഫോട്ടോഗ്രാഫി സംഘടനകൾക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ജെറിൻ്റെ കൂട്ടത്തിലായിരിക്കണം നമ്മളായിരിക്കുക. നമ്മൾ ഫോട്ടോഗ്രാഫർമാരാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇത് വളരെ മൃഗീയമായ ഒരു രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് അനുവദിച്ചാൽ, നമ്മളിത് മുന്നോട്ട് ഇങ്ങനെ ഈ രീതിയിൽ അനുവദിച്ചാൽ തീർച്ചയായിട്ടും പോലീസ് നടപടികളൊക്കെ ഉണ്ടാകുമെന്നറിയാം. പക്ഷേ പ്രതികൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കണം. ഞാൻ ആ വിഷ്വലും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. വണ്ടി കൊണ്ട് പോവൂല, തോന്നണ്ട കടപ്പ് കാണിക്കണം. ബഹുമാനപ്പെട്ട പോലീസിനോടും ഗവൺമെൻറ്റിനോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയും കൂടിയാണ്. തീർച്ചയായിട്ടും നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുക. ഇതിലെ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഇത് ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു അഭ്യർത്ഥനയായിട്ട് സ്വീകരിക്കുക.